ഗൈസ്, നമ്മൾ ഇന്ന് ഇവിടെ മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഫസ്റ്റായി നമ്മൾ ചീഞ്ചട്ടി അടുപ്പിൽ വെച്ച് എന്നിട്ട് നമ്മൾ ഒരു 1/4 ലിറ്റർ എള്ളെണ്ണ ഒഴിച്ചിട്ട് ഇനി നമ്മൾ എന്തോ ചെയ്ത് കടുകിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് വെളുത്തുള്ളി, 2 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില ഇടാൻ പോകുന്നു. നമ്മളിവിടെ അരിഞ്ഞ് വെച്ചെടുക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില. ഇനി ഇത് നമുക്കിവിടെ കടുക് പൊട്ടിയതിന് ശേഷം ഫസ്റ്റ് എല്ലാം ഓരോന്നായിട്ട് ഇടാം. ഫസ്റ്റ് വറ്റൽ മുളക് ഇടുന്നു, അതിനുശേഷം വെളുത്തുള്ളി ഇടുന്നു, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇതിന് വഴറ്റണം. മാങ്ങ 3 കിലോ മാങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഇന്നലെ രാത്രിയെ കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. വെള്ളം തോർത്തി ഇന്നലെ മുതൽ ഇന്ന് വൈകുന്നേരം വരെ നമ്മളത് ഉപ്പ് ഇട്ട് ഊറാൻ വെച്ചിരിക്കുന്നു. മുളക് പൊടി നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടുവാണ്. ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടതിന് ശേഷം ഇളക്കിക്കൊണ്ടിരിക്കണം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അതിന് ശേഷം ഇടണം. അതിനുശേഷം ഉലുവാപ്പൊടി, ആവശ്യത്തിനുള്ള ഉലുവാപ്പൊടി ഇടണം. ഇളക്കി കൊടുക്കണം. പച്ചമണം പോകുന്നത് വരെ അത് ഇളക്കി കൊടുക്കണം. നമ്മൾ ഇന്നലെ പുതിർത്താൻ വെച്ച മാങ്ങ എടുക്കണം. അതിന് മുന്നേ നമ്മളിവിടെ വിനീഗർ ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിനുള്ള വിനീഗർ ഒഴിച്ചു കൊടുക്കണം. കേടാകാതിരിക്കാതെ വേണ്ടിയാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചമണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്നലെ കുതിരാൻ വെച്ച മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലോണം ഗ്യാസ് ഓഫ് ആയതിന് ശേഷം വേണം ഈ മാങ്ങ ഇട്ട് കൊടുക്കാൻ. ഇനി നല്ലോണം ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നല്ലോണം ഇളക്കി കൊടുക്കണം. രുചികരമായ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു.